കാരണം നമുക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് കരുതുന്ന ഒരു കാര്യമല്ല അത്. അതാണ് നമ്മളെ മുമ്പിലേക്ക് വരുന്നത് ദേവീ പൂജയും നൃത്തവും. അത് ചെയ്യുന്നത് കാട്ടുനായിക്ക വിഭാഗത്തിൽപ്പെട്ട വെള്ളകമ്മ എന്ന് പറയുന്ന ഒരു അമ്മയാണ്. അത്യപൂർവമായി മാത്രം പുറലോകം കാണുന്ന ഒരു കാഴ്ചയാണ്. അവരുടെ ഗോത്രത്തിൽ അവർ മാത്രം ചെയ്യുന്ന ഒരു പദ്ധതി. നമ്മളൊക്കെ വളരെ താല്പര്യത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു എന്താ പറയാ ഭാഗ്യം തന്നെ ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യം. ഇന്ന് വിശ്വകർമ്മ ജയന്തിയാണ്. നമ്മളൊക്കെ പ്ലാനൊക്കെ വരച്ചിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ, പ്രൊഡക്റ്റ് ആക്കി അല്ലെങ്കിൽ ക്രിയേഷൻ ആക്കി മാറ്റുന്നില്ലേ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് വിശ്വകർമ്മ പൂജ എന്ന് പറയുന്നത്. ഇതെല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമുണ്ട്, വിശേഷ ഗണപതി പൂജ ഉണ്ട്. അത് ചെയ്യുന്നത് മുത്തുകൃഷ്ണൻ ആചാരി. ഇതിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ് ഉള്ള, വളരെയധികം പരിചയമുള്ള ഒരാളാണ്. നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ വൈദഗ്ധ്യം വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പൂജയാണ്. നമസ്തേ. വിശ്വകർമ്മ ജയന്തിയായ ഇന്ന് യാഗശാലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പൂജകളും യാഗങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് ശ്രീനാഥ്ജിയോട് ചോദിച്ചറിയാം. ശ്രീനാഥ്ജി നമസ്തേ. നമസ്കാരം. നമുക്കറിയാം ഇന്ന് ജനുവരി 30 യാഗശാലയിൽ പൂജകളൊക്കെ ഗംഭീരമായി പുരോഗമിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേക പൂജകൾ എന്തൊക്കെയാണ്? ഇന്ന് ജനുവരി 30 വെള്ളിയാഴ്ച ദ്വാദശി തിഥിയാണ്. വിശ്വകർമ്മ ദിവസമായിട്ട് ആചരിക്കുന്നതാണ്. പ്രദോഷവ്രതം, തിരുവാതിര നക്ഷത്രം. നമ്മുടെ ദിവസമുള്ള ഈ പരിപാടി കണ്ടിട്ട് എത്രയോ പേർക്ക് അതാത് ദിവസം വഴിപാടുകൾ ബുക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. പലപ്പോഴും അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്ന് ആർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ അതാത് ദിവസത്തെ കാര്യങ്ങൾ പോകുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം അവർക്കത് അറിയാൻ പറ്റും, അന്ന് എന്തൊക്കെയാണ് പൂജ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വിശ്വകർമ്മ ജയന്തിയാണ്. അതായത് ഈ നമ്മളൊക്കെ പ്ലാനൊക്കെ വരച്ചിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ, അതൊരു പ്രൊഡക്റ്റാക്കി അല്ലെങ്കിൽ ക്രിയേഷനാക്കി മാറ്റുന്നില്ലേ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് വിശ്വകർമ്മ പൂജ എന്ന് പറയുന്നത്. നമ്മളെ സങ്കല്പങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ വിശ്വകർമ്മ പൂജയാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ ഇതെല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമുണ്ട്, എല്ലാ ദിവസവും രാവിലെ. അപ്പം അന്നും വിശേഷ ഗണപതി പൂജ ഉണ്ട്. അത് ചെയ്യുന്നത് മുത്തുകൃഷ്ണൻ ആചാരി എന്ന് പറയുന്ന ഒരാളാണ്. ഇതിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ് ഉള്ള, വളരെയധികം പരിചയമുള്ള ഒരാളാണ്. നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ വൈദഗ്ധ്യം വർദ്ധിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പൂജയാണ്. എല്ലാവർക്കും തന്നെ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാം. വിശ്വകർമാവിൻ്റെ അനുഗ്രഹം, വിശ്വകർമാക്കളാണ് ഈ നിർമ്മിതി പ്രവർത്തനം ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അവരുടെ ആ വിശ്വകർമാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. പരമാവധി ആൾക്കാർക്ക് നേരിട്ട് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് ഓൺലൈനിൽ പൂജ ബുക്ക് ചെയ്തതിൻ്റെ ഭാഗമാവാം. അന്ന് വൈകുന്നേരമാണ് ഏറ്റവും മനോഹരമായിട്ട്, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത, നമ്മളൊക്കെ വളരെ താല്പര്യത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു എന്താ പറയുക ഭാഗ്യം തന്നെ ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യം. കാരണം നമുക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് കരുതുന്ന ഒരു കാര്യമല്ല അത്. അതാണ് നമ്മളെ മുമ്പിലേക്ക് വരുന്നത് ദേവീ പൂജയും നൃത്തവും. അത് ചെയ്യുന്നത് വെള്ളകമ്മ, കാട്ടുനായിക്ക വിഭാഗത്തിൽപ്പെട്ട വെള്ളകമ്മ എന്ന് പറയുന്ന ഒരു അമ്മയാണ്. അത്യപൂർവമായി മാത്രം പുറലോകം കാണുന്ന ഒരു കാഴ്ചയാണ്. അവരുടെ ഗോത്രത്തിൽ അവർ മാത്രം ചെയ്യുന്ന ഒരു പദ്ധതി ആണ്. നൃത്തം ചെയ്തുകൊണ്ട് ദേവിയെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നൃത്തം ചെയ്ത് ദേവതയായി മാറുന്ന ഒരു പദ്ധതിയാണ്. വളരെ എന്താ പറയുക, അപൂർവമായിട്ട് ഉള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദേവിയെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പം നമുക്ക് ദേവിയെ തന്നെ കാണാൻ പറ്റും. അവിടെ ഒരാൾ ദേവിയായി മാറുക എന്നുള്ളതാണ്. ഈ മനുഷ്യനും ദൈവവും ഒന്നാകുമ്പോൾ നമുക്കത് കാണാനുള്ള ഒരു ആസ്വാദനം. തീർച്ചയായിട്ടും നമ്മളെ തെയ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന മലബാറിലെ തെയ്യങ്ങൾ, അതുപോലെ തന്നെ കണ്ണൂരൊക്കെ ഉള്ള ദൈവം എന്നുള്ളതാണല്ലോ തെയ്യമായി മാറിയത്. അത് പലപ്പോഴും മനുഷ്യൻ ദൈവമായി മാറുന്നതാണല്ലോ. ഇപ്പോൾ വെളിച്ചപ്പാടാണെങ്കിലും തെയ്യാണെങ്കിലൊക്കെ ഏതോ ഒരു നിമിഷത്തിൽ കാലദേശ ബോധങ്ങളില്ലാതെ ഈശ്വരനായി തീരുന്ന കാഴ്ചയല്ലേ. അതേപോലെ തന്നെയാണ് ഈ നൃത്തത്തിലൂടെ നൃത്തം ചെയ്ത് ദേവതയായി, നൃത്തം ചെയ്യുന്ന ആളും നർത്തനവും, നൃത്തം എന്ന് പറയുന്ന ഒരു അത് ആ മൂന്നും ഒന്നായി തീർന്ന് അല്ലെങ്കിൽ ത്രിപുടി മുടിഞ്ഞ് ദേവത മാത്രമായി മാറുന്ന ഒരു ദേവി എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മയാണ്. അതൊരു അമ്മ തന്നെ ചെയ്യുമ്പോൾ അമ്മ തന്നെ ചെയ്യുന്ന സമയത്ത് അത് വളരെ പലപ്പോഴും നമുക്ക് ആചാര്യസ്ഥാനത്തൊക്കെ നമ്മൾ പലപ്പോഴും പുരുഷന്മാരെയാണ് കാണാറ്, പുരുഷ പൗരോഹിത്യാണ് കാണാറ്. ഇതിൽ നിന്ന് മറിച്ച് ഒരു അമ്മ തന്നെ പൂജ ചെയ്യുന്നു, അവർ തന്നെ ദേവിയായി മാറുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ച ഭക്തരെല്ലാവരും എന്തായാലും വന്ന് കാണാൻ എല്ലാവരും ഒരിക്കലും. കാരണം ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ധനധാന്യ സമൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം തുടങ്ങിയ എല്ലാ സൗഭാഗ്യങ്ങളും ഈ പൂജയിൽ പങ്കെടുക്കുക വഴി ഭക്തരിലേക്ക് എത്തുന്നു.
കേരളത്തിലില്ലാത്തവർക്കും പങ്കെടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഓൺലൈൻ വഴി ഇതിൻ്റെ ഭാഗമാവാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് ക്ഷേത്രത്തിനോടൊപ്പമുള്ള വേദിയിൽ അന്ന് നടക്കുന്ന കലാപരിപാടികളെ കുറിച്ച് കൂടി 30-ാം തീയതി അവിടെ രാജേഷ് നാദാപുരം എന്ന് പറയുന്ന ഒരുപാട് ആധ്യാത്മിക മേഖല ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന അനേകം സ്റ്റുഡൻസ് കേരളത്തിലും പുറത്തൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 10:30 മുതൽ 12:30 വരെ അദ്ദേഹത്തിൻ്റെ ഒരു സനാതന സംഗീതം എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ 10 മണി മുതൽ 5 മണി വരെ പരിപാടികളുണ്ട്. സോപാന സംഗീതമാണ് ഉച്ചയ്ക്ക് ശ്രീപദം ഭജൻസിൻ്റെ ചാലക്കുടിയിലെ ശ്രീപദം ഭജൻസിൻ്റെ ഭജൻസ് ഉണ്ട്. ഭജനാമൃതം പൂഴിക്കുന്ന് വൈകുന്നേരം 5 മുതൽ 6:30 വരെ. ഫ്യൂഷൻ തിരുവാതിര അമൃത പൂജാ ടീം തിരൂർ ചെയ്യുന്നത്. അതുപോലെ മഹാതിരുവാതിര പൈക്കണ്ണൂർ കലാക്ഷേത്രം നടത്തുന്നത്. കോൽക്കളിയുണ്ട് വൈകുന്നേരം 3 മണിക്ക്. അതുപോലെ നൃത്തം അരുണ മാരാറൻ ടീം ചെയ്യുന്ന നൃത്തം. ഇത്രയും കാര്യങ്ങളാണ് അന്ന് സ്റ്റേജിൽ നടക്കുന്നത്. ഇതിൽ മാറ്റം വരാം, കാരണം ഇടയിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു അവസരം ചോദിച്ചു വന്നാൽ കൊടുക്കാറുണ്ട്. അപ്പം ഇത് എല്ലാവരും എന്താ പറയാ ചെറിയൊരു കഴിവാണെങ്കിൽ അതെ. പ്രത്യേകിച്ച് തിരുനാവായ സഭ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഓരോരുത്തരും അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സഭയാണ്. ആ മണ്ണിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവതരിപ്പിച്ചു എന്നാണ് അതൊരു വലിയൊരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും പല ഭാഗത്തുനിന്ന് വന്ന് ഇന്നലെയൊക്കെ ഒരാൾ എവിടുന്നോ വന്നിട്ട് അവിടെ നിന്ന് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. കാരണം അയാളൊരു സമർപ്പണം, അയാൾ വന്ന് അവിടെ നിന്ന് ആസ്വദിച്ച് വായിച്ചു പോകുന്നു. അതുപോലെ ധാരാളം കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരുടെ ഒരു സമർപ്പണം എന്നുള്ള നിലയ്ക്ക് സ്നാനവും അതുപോലെ തന്നെ ആരതിയൊക്കെ സാധാരണ നടക്കുന്നത് പോലെ എല്ലാ ദിവസവും ഉള്ളതുപോലെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ എപ്പോൾ വേണമെങ്കിലും ആൾക്കാർക്ക് സ്നാനം ചെയ്യാം. രാവിലെ സന്യാസിമാരുടെ കൂടെ സ്നാനം ചെയ്യാം. ഗണപതി ഹോമം നടക്കുന്നുണ്ട്. ഈ 3 ക്ഷേത്രങ്ങളിലും വഴിപാടും ദർശനവും കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ആരതിക്ക് തിരക്ക് കൂടി വരുന്ന ആരതിക്ക് വളരെ തിരക്ക് കൂടി. ഒരുപക്ഷെ കേരളത്തിൻ്റെ അടുത്തൊരു ലെവലിലേക്കുള്ള, കാരണം പണ്ടൊക്കെ പ്രയാഗ്രാജ് കുംഭമേള നമുക്ക് നഷ്ടമായത് ഇവിടെയാണ്. എല്ലാവർക്കും അതിന് പകരമല്ല അതുപോലെ തന്നെ ഒന്ന് കാണാൻ സാധിച്ചു. അതുപോലെ കാശിയിൽ അതേ ആരതി നമുക്ക് ഇവിടെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒക്കെ എനിക്ക് തോന്നുന്നു മഹാമണ്ഡലേശ്വരൻ്റെ ഒരു ദീർഘദൃഷ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ ആൾക്കാർക്ക് അത് കാണാൻ സാധിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയൊക്കെയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ടായിരിക്കാം നമ്മൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ ആൾ, കാരണം നമ്മൾ ആകെ 10 ലക്ഷം ആൾക്കാർ ആണ് ഇതിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞത്. കുംഭമേള തുടങ്ങി ആദ്യത്തെ 5 ദിവസത്തിൽ തന്നെ 10 ലക്ഷത്തിലധികം ആൾക്കാർ വന്നു പോയി. ഇപ്പോഴും ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാർ ആരതിക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ശരി.